ഓക്കെ ഓക്കെ. സോ കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ നമ്മൾ വെടി അടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ കുറെ റിക്രൂട്ട്മെന്റുകൾ എടുത്തോണ്ടിരുന്നത്. പക്ഷേ എന്നും അത് തന്നെ എടുത്തോണ്ടിരുന്ന ശരിയാവത്തില്ലല്ലോ. അപ്പോൾ നമ്മള് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു വെടിയനെ തന്നെ വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് Steve Azrael to TVA as TVA Steve. Welcome to TVA Steve. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് അതെ, അത് ദൈവമേ ഒന്ന് സഹായിക്കണേ, അറിയാതെ ഒരു കൈവത്തം പറ്റിയാണ്. ഓട്ടക്ലിക്കാതെ ദൈവമേ. എനിക്കറിയാം. എടാ ഒന്ന് മുക്കാൻ പറയടാ. കാല് കുത്തിയത് ഊമ്പി ഇങ്ങനെയല്ല നീ ബാറ്റ് കൊടുത്തു വിട്ടു. ഒറ്റ ബുദ്ധിയോ അവന്റെ സൗണ്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. സ്റ്റീവേ മോനെ വെൽക്കം ബാക്ക് ടു TVA. താങ്ക് യു. നിന്നെ പിന്നെ കൂടുതൽ ഒന്നും രക്തമുള്ള കണ്ടു. അത് ഇവൻ നിന്നെ അടിച്ചതാണോ എനിക്കിട്ടാ കൊണ്ടത്? അത് നീ കുനിഞ്ഞ് നീ വണ്ടി ഇറങ്ങാത്ത തല താഴ്ത്തിയല്ലേ ഇറങ്ങിയത്. മനസ്സിലല്ലേ? ഇത് നമ്മുടെ കൂട്ടത്തിൽ പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പാപ്പൻ. എന്തൊക്കെയുണ്ട് ശിവേ, സുഖമല്ലേ? നിനക്കേശവിടെ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട്, കൊറേ നമുക്ക് പ്രദേശത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈഗോ ഒന്നും കാണിക്കില്ല പഴയ നമുക്ക്. എല്ലാവരുടെ ഒന്ന് പോയി പരിചയപ്പെടണം കേട്ടാ. എന്തോ ഈഗോ പരിചയമുണ്ട്. ഇങ്ങനെയാണ് കുത്തിരി ഉണ്ടാക്കുന്നത് ഉള്ള കാര്യം പറയാലോ. ഇവനാണ് ചന്ദ്രനാണ് പ്രശ്നം. ഞാൻ അധികം ഒന്നും പറയുന്നില്ല അണ്ണ. ഞാൻ എന്തായാലും ഇനി ഇവിടെ കൂടെ കാണും. പിന്നെ കുറച്ച് കുട്ടി കൊമ്പനാണ് ഉണ്ടല്ലോ, കളക്കാനുണ്ട് കുറച്ചുകൂടെ. വന്നപ്പോഴേ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ? ഞാൻ വന്നേക്കുന്നത് വന്നപ്പോഴേ പ്രശ്നം ഉണ്ടാക്കല്ലേ? കുട്ടി കൊമ്പന്മാരുണ്ട് ഇവിടെ. പ്രശ്നത്തോടെ പ്രശ്നമാ. ഇവന് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. പ്രശ്നമില്ല, ശാന്തി സമാധാനം. എടാ നിനക്ക് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടാ. നിന്റെ സൗണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. നിനക്ക് നിന്റെ മൈക്ക് ഇത് മാറി കിടക്കും കേട്ടാ. അവനത് ഫിക്സ് ചെയ്യാൻ ചെവിയിൽ വെക്കുന്ന സാധനം ചെറുതായിട്ടൊന്ന് അടിച്ചു പോയി, അത് ശരിയാക്കുന്നുണ്ട്. മൊബൈൽ ഡേറ്റയാണ്. ഓ അതിന്റെ മൊബൈൽ ഡേറ്റയുടെ വൈഫൈ എന്നേ ഉള്ളൂ എന്റെ. ഓക്കെ സെറ്റ്. അപ്പൊ നീ കേറിക്കോ. ഓക്കെയാണ്. അപ്പൊ ചന്ദ്രന്റെ ബാറ്റ് അങ്ങ് വാങ്ങിക്കുന്ന നല്ല സെറ്റാവാത്തുള്ളത്. ഹെൽമെറ്റ് ഇട്ടോ, ഒരു വ്യത്യാസമില്ല. വാസുമന്റെ ഫേവറേറ്റ് പ്ലെയർ തിരിച്ചു വന്നതിൽ വാസുമൻ എന്താണ് വാസുമൻ പറയാനുള്ളത്? നീ കൂടുതൽ എന്ത് പറയാനാ പാപ്പ? ഞാൻ എപ്പോഴും പറയാം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ്. ലൈക്ക് അടിച്ചിരുന്നപ്പോ എന്റെ അടുത്ത് ഇത് തന്നെ പറഞ്ഞു നിർത്ത്. എന്താ ഒന്നാമത്തെ പ്ലേസ് ഞാനെന്നല്ലേ ഒരു ഊമ്പിച്ചരം പറയല്ലേ അണ്ണാ? മൊത്തം നോക്കിട്ട് അന്ന് അങ്ങനെ അടിച്ചിരുന്നപ്പോ എന്താ പറഞ്ഞത്? എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ചന്ദ്രൻ എന്നാണ് പറഞ്ഞ് ഒരുമാതിരി മാറ്റി പറയല്ലേ ഇനി അത്. എനിക്ക് ഈഗോ അടിക്കും, എനിക്ക് അതിൽ ഈഗോ ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കേൾക്കാനും വയ്യ എനിക്ക് എപ്പോഴും ഇതിങ്ങനെ. തുറന്നു ഇപ്പൊ ഇമോഷണലാണ് ഞാനത് ഇടാൻ പോയതാ. സന്തോഷം. വാർച്ചായിട്ട് ഇടാൻ പോയതാ. ഓ വെൽക്കം ബാക്ക് ടു TVA Steve. കള്ളൻ ആർമി നിർത്തി പോലും ഇത് നിർത്തി നമ്മൾ ഇൻസ്റ്റാൾ വെക്കൂലേ? ഇനി ഒരു കാര്യോടെ ഞാൻ പറയാം. ഞാൻ സത്യം പറഞ്ഞ അവൻ എല്ലാം നിർത്തി ഒരു ഗ്യാപ്പിലേക്ക് ഇരിക്കുമായിരുന്നു. അപ്പൊ വേറെ ഞാൻ പറയല്ലോ, ഓൾറെഡി അവൻ ഡയൽസിലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇനി അത് അങ്ങനെ ഒരു അടിയും വഴക്കൊന്നും വേണ്ട. അവിടെ അടിയും വഴക്കം ഉണ്ടാക്കിയിട്ടോ ഒന്നും അല്ല അവനോട് വന്നേ. അവൻ ഓൾറെഡി RP ന്ന് ഗ്യാപ്പ് എടുത്ത് കുറച്ച് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മള്
ഈ പറയണത് പോലെ ഇന്നലെ ഞാൻ അവനെ പറ്റി മെൻഷൻ ചെയ്തപ്പോൾ അവന് കളിക്കണമെന്നൊരു ആഗ്രഹം വന്ന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. സത്യം പറഞ്ഞ ഞാൻ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് തിരിച്ച് അവൻ കളിച്ച് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എനിക്കത് കൺസിഡർ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അല്ലാതെ ഡയോസ് ആയിട്ട് അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടല്ല അവൻ ഇവിടെ വന്നത്. അത് റുബലും ഇന്ന് ഓൾറെഡി അവരുടെ ഇതിനകത്ത് പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. സോ വാർച്ചാറ്റ് കത്തിയെന്ന് സ്റ്റീവ് ഈ സിറ്റിയിൽ കളിക്കുന്ന അവൻ എല്ലാവരുടെ കോണയൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയിൽ കളിക്കുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്ലേയേഴ്സിനും സ്റ്റീവിനോട് ഭയങ്കര റെസ്പെക്റ്റാ. അത് അവന്റെ വായ്ത്താളതോ അവന്റെ തെറുവിളി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കൊണ്ടല്ല, അവന്റെ ഇൻ ഗെയിമിലെ സ്കിൽസിനോട് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാ കുറെ പേർക്ക്. അതിവിടെ സിറ്റിയിൽ കഴിഞ്ഞത് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ഗ്യാങ് ആണെങ്കിലും നോക്കിയാൽ മതി, അവനോട് ആ ഒരു റെസ്പെക്ട് കുറെ പേർക്കുണ്ട്, ആ സ്കില്ലിനോടുള്ള റെസ്പെക്ട് കുറെ പേർക്കുണ്ട്. അതുകൊണ്ടാണ് നോക്ക് ഒത്തിരി പേരിടുന്നു, നോക്ക് എന്തോരം പേരാ വാർത്തയിലിടുന്നു. എനിവേ അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഡെസ്ട്രോ ആണ്, സ്റ്റീവ് ആണ്. They'll be representing. ഇനി അടിച്ചങ്ങനെ കൊന്ന സാമാനം വെട്ടി ഞാൻ കടലറിയവേ. അപ്പൊ പിള്ളേരെല്ലാം ഞാൻ കൊണ്ട് തന്നിട്ടുണ്ട്. ഇനി വാറൊക്കെ അടിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ചന്ദ്രന്റെ. ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലോ അണ്ണാ. ഒരെണ്ണമുണ്ട്. പിന്നെ ആ സ്ലോട്ടാണ് എനിക്ക് എന്നേക്കുക. എനിക്ക് ഒരാളെ നോക്കി സിറ്റിയും തെരഞ്ഞെടുത്ത് ഇതാക്കാൻ വേണ്ടിട്ട് അല്ലേ അണ്ണാ? അതെ, അത് ഞാൻ ചന്ദ്രന് വിട്ടു തരുവാണ്. അത് സീരിയസ് ആയിട്ട് ഞാൻ പറയണേ, അത് ചന്ദ്രന് വിട്ടു തരുവാണ്. ഇനി ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ ചന്ദ്രന് ഒരാളെ കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്യാം. കൈക്കൂലി മേടിച്ച് കൊണ്ടുവരുന്ന പറ്റത്തില്ലേ? കൈക്കൂലി മേടിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരാളെ നിനക്ക് കൊണ്ടുവരാം, പിന്നെ സൂര്യബോസിനും പറ്റൂല. എന്റെ മകൻ എനിക്ക് എന്റെ ലൈനിലെ ഒരാളെ നിർത്തിയിരിക്കണം. നിന്റെ മോനെ ഞാൻ അത് റിക്രൂട്ട് ചെയ്താ അടുത്ത ദിവസം നീ എന്നെ കൊന്നുകളയും. പിന്നെ നീ ലീഡർ, അവൻ കോ ലീഡർ. നീ ആ ലെഗസി അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. അതെന്തായാലും ഇല്ല. ചന്ദ്രനോട് ഒരു ടാസ്ക് കൊടുക്കുക. അതായത് ഈ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു സിറ്റിസണ് അത് ചന്ദ്രന്റെ ഡിസർവിംഗ് എന്ന് തോന്നുന്ന ഒരു സിറ്റിസനെ തന്നെ കേട്ടുന്നതിൽ എന്താണ് കേട്ടില്ല പാപ്പ. അതായത് ഈ സിറ്റിയിലുള്ള ഒരു സിറ്റിസൺ അത് ചന്ദ്രന് ഡിസർവിംഗ് ആണ് എന്ന് തോന്നുന്നത്, ടിവിയെ അവൻ കേറാൻ ഡിസർവിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു സിറ്റിസനെ കണ്ടുപിടിക്കുന്ന ടാസ്ക്. അപ്പാപ്പ ഞാനൊരു കാര്യം പറയട്ടെ, വെടിവെക്ക ഇതിനപ്പുറത്ത് ഈ സിറ്റിയിൽ ഇനി ആൾക്കാരില്ല പാപ്പ. ഇനി ആരും കൊണ്ടുവരില്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഇനി ആരും കൊണ്ടുവരില്ല. അതുകൊണ്ട് ഇനിയുള്ള സ്ലോട്ടിൽ ചന്ദ്രന് ആരെ വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ഡിസേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള എനിക്ക് ഞാനൊരു കാര്യം പറയാം. എനിക്ക് കുറച്ചധികം സമയം വേണം. നമ്മള് പുറത്തുനിന്ന് ആളെ ഇതാക്കി എടുക്കുന്ന കണക്കല്ല, അകത്തുനിന്ന് കണ്ടുപിടി. ഇപ്പൊ എൻഗേജ് വേറെ കൊണ്ട് പറയണല്ല. ഞാൻ പറയട്ടെ, മാമൻ തിരിച്ചു കയറാന്ന് പറഞ്ഞാൽ അതിന് ശേഷം അവനെ കണ്ടിട്ടില്ലല്ലേ? പിന്നെ മാമ 5 ദിവസത്തിൽ ഇരിക്കുകയാണ്. 5 ദിവസത്തിൽ ഇല്ല അണ്ണാ. ഞാൻ കാര്യം പറയട്ടാ, അവൻ കേറാറില്ല ശരിക്കും. അവൻ